ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ദോശ തന്നെയാണ് കേട്ടോ. മോസ്റ്റ്ലി നമ്മുടെ വീട്ടിൽ ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ദോശയാണ്. അതുകൊണ്ടാണ് ഒരുവിധം എല്ലാ ദിവസവും ഈ ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടോടെ നമുക്ക് കഴിക്കാമല്ലോ. പിന്നെ ഇന്ന് നമുക്ക് ദോശയാണ്. അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് അധികമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. ഓൾറെഡി ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് കറിയായിട്ട് തന്നെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചായ, പാൽ ചായയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് ചായ കുടിക്കാൻ ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് കുറച്ച് ഇഞ്ചി ഇട്ട ചായ ഉണ്ടാക്കി. പിന്നെ ദോശ ചുട്ടെടുത്തു. മോനിക്കുള്ള ദോശ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. മോനിക്കുള്ള ദോശ കുറച്ച് കറിയാക്കിയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ വേഗത്തിൽ തന്നെ ഇന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇന്ന് അധികം കറിയൊന്നും വെക്കാനൊന്നുമില്ല. അപ്പോൾ ചോറ് മാത്രം വെക്കാനുള്ളൂ. അപ്പോൾ ചോറ് വെച്ചു. അപ്പോൾ അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അരി വേറൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിലേക്കൊക്കെ ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ അളന്നിട്ട് നമ്മൾ അരി ചായക്കടി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിയും കഴുകിയിട്ട് കുക്കറിൽ വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല. കുറച്ച് ബീഫ് കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കറിയൊക്കെ ആയിട്ട് തന്നെ ഇന്ന് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് 2 കോഴിമുട്ടയാണ് കേട്ടോ. ചില സമയങ്ങളിൽ അങ്ങനെ കഴിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അത് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് 2 കോഴിമുട്ട കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട കഴിച്ചു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം പൊരിച്ച് വെച്ചു. അപ്പോൾ തന്നെ അവിടെ പാത്രങ്ങളൊക്കെ ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ സമയത്ത് തന്നെ അപ്പം തന്നെ കഴുകി വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൂടിക്കൂടി വരും. കൂടിക്കൂടി വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് അല്ലേ. ഈ പാത്രങ്ങൾ കഴുകലാണ് ഏറ്റവും വലിയ ജോലിയായിട്ട് എനിക്ക് തോന്നാറ്. പണ്ടൊക്കെ ഞാൻ ഉമ്മാനോട് പറയും, ഉമ്മ ഞാൻ എല്ലാ പണിയും ചെയ്തിട്ട് ഉമ്മ പാത്രങ്ങളൊന്ന് കഴുകി തരുമെന്ന് വയ്ക്കും. അങ്ങനെയായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് തൈരും കൂടി ഉച്ചക്കലക്ക് അടിച്ചു വെച്ചു. ബീഫ് കറി ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് മോരും പിന്നെ പപ്പടം പൊരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.